എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോട് നിന്നും സന്നിധാനം വരെയുള്ള പാദയാത്രയ്ക്ക് ഇടയിൽ എടുത്തൊരു വീഡിയോ ആണ്. എടുക്കാൻ പാടില്ല, കാരണം നമ്മളൊരു നല്ല കാര്യത്തിന് പോവാണല്ലോ. എന്നാലും എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കാൻ എടുത്തതാണ്. നല്ല ബുദ്ധിമുട്ട് സഹിച്ചാണ് പോകുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, കോഴിക്കോട് നിന്ന് സന്നിധാനം വരെ നടക്കണം, അത് ഒറ്റയ്ക്കാണ്. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. രാത്രി നടക്കാൻ കഴിയില്ല, പകലാണെങ്കിൽ പകലെ നടക്കാൻ കഴിയുള്ളൂ ഒറ്റയ്ക്ക്. രാത്രി ഒറ്റയ്ക്ക് നടന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പകൽ വെയിലിൻ്റെ ചൂടും സഹിച്ച് നടക്കണം. ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് 5 മണിയായപ്പോഴേക്ക് 40 കിലോമീറ്റർ നടന്നു. 30 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. സാധാരണ ഞങ്ങൾ 40-50 കിലോമീറ്ററൊക്കെ നടക്കും. അപ്പോൾ രാത്രി നടക്കാത്തതുകൊണ്ടാണ്. ഇനിയിപ്പം നാളെ മറ്റന്നാളെ ഗുരുവായൂരെത്തുമ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് ടീമുണ്ടാവും. പിന്നെ നോർമലായിട്ട് രാത്രിയും പകലൊക്കെ നടക്കും. ഞങ്ങളെ കണക്കെന്ന് പറഞ്ഞാൽ 11 ദിവസം കൊണ്ട് സന്നിധാനത്തെത്തും. ഇതിപ്പോൾ ഞാൻ അതിലേറെ വരും. ഞാൻ 2 ദിവസം മുന്നേ ഇറങ്ങിയത്. അപ്പോൾ ഗുരുസ്വാമി ടീം മുന്നേ ഇറങ്ങുന്നുണ്ടാവുള്ളൂ. ഞാൻ 3 ദിവസം മുന്നേ ഇറങ്ങിയത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാത്രിക്കത്തെ ചവിട്ട് ഒഴിവാക്കി പകൽ മാത്രം. അപ്പോൾ ഞാനിവിടെ ഒരു പെരിന്തൽമണ്ണ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് എൻ്റെ പേര് മഹാദേവ ക്ഷേത്രം. ഇവിടെ നിന്ന് രാത്രി നാളെ പുലർച്ചയ്ക്ക് 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. നേരെ